ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. നാളെ അച്ഛൻ്റെ പിറന്നാളാട്ടോ. അപ്പോൾ ഏട്ടൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരമാണ് പോണത്. അങ്ങനെ ഇതാ കരിമ്പിലൊക്കെ എത്തിയപ്പോൾ അല്ലുവിന് ചായ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു കടയിൽ കയറി കേട്ടോ. ഞങ്ങൾ സമൂസയും ചായയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അല്ലുവിന് പൊറാട്ടയും ചിക്കനും വേണം പറഞ്ഞിട്ട് അങ്ങനെ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കരിമ്പിലെത്തിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറി നിൽക്കലുമായി ചായ കുടിക്കലുമായി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മഴയത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന്. അങ്ങനെ ചായ കൂടിയും കഴിഞ്ഞ് മഴയും ചോർന്നു കേട്ടോ. ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇപ്പം തന്നെ 8 മണിയായി. അവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും 8:15 ആവും കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ എല്ലാവരും ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറമ്മമാരും അമ്മായികളും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഏട്ടനും തേങ്ങ അരയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നാളേക്ക് പായസത്തേക്കുള്ള തേങ്ങയാണ്. പിന്നെ കഷ്ണം മുറിക്കാനുള്ളതും ഉണ്ടായിരുന്നു കേട്ടോ. കഷ്ണം മുറിക്കാനുള്ളതൊക്കെ ഇന്ന് കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു വന്ന് എല്ലാവരും കൂടി. ഞങ്ങളെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും ഉണ്ടാവും കേട്ടോ. ചെറമ്മമാരും അമ്മായികളും എല്ലാവരും കൂടി കൂടിയിട്ടാണ് കേട്ടോ. ചെറിയൊരു പരിപാടി പോലും കഴിക്കല്ലേ. ഏട്ടൻ തേങ്ങ വാരി തന്നെ കണ്ടില്ലേ. ഞങ്ങളുടെ വീട്ടിൽ എന്ത് പരിപാടി കഴിക്കുകയാണെങ്കിലും എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ കഴിക്കൽ. പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തറവാട്ടിലായ സമയത്ത് എല്ലാവരും കൂടി എന്ത് പരിപാടി ഉണ്ടെങ്കിലും കഴിക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ വെച്ചെടുക്കലൊക്കെ ഉണ്ടാവുമല്ലോ. വെച്ചെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഞാനും അമ്മായിയാണ് കേട്ടോ മണ്ടി പോയിട്ട് എടുക്കൽ. കാരണം വെച്ചെടുക്കാതെ ഒരു സാധനം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന എന്ത് സാധനം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ വെച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാമല്ലോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മായിയാണ് കേട്ടോ ഓടിപ്പോലെ. അതൊക്കെ എപ്പോഴും നല്ല രസമായിരുന്നു അന്നൊക്കെ. അപ്പോൾ ഇപ്പോഴും അതേമാതിരി കൂടുമ്പോൾ ആ ഓരോ ഓർമ്മകളാണ്. അപ്പോൾ ആ ചെറമ്മ തേങ്ങ വറുക്കാണ് കേട്ടോ. അല്ലോ എന്തോ അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ്റെ പിറന്നാളിന് അച്ഛൻ കേക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛന് ലഡു വാങ്ങിയിട്ട് ലഡു അങ്ങനെ കൊടുക്കുക അങ്ങനത്തെ ഒക്കെ ഒരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളോട് ആരോടും കേക്ക് വാങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്കില്ലാതെ എന്ത് ബർത്ത്ഡേ അല്ലേ. അപ്പോൾ ഞങ്ങൾ വാങ്ങാൻ നിന്നപ്പോൾ അച്ഛൻ വേണ്ടെന്ന് നിർബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ പരിപാടിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർബന്ധിച്ചില്ല. കാരണം ഇഷ്ടമില്ലെങ്കിലോ വിചാരിച്ചിട്ട്. അപ്പോൾ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കുഞ്ഞിതാക്ക എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ച് ചെറിയൊരു മൂളലേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും കുഞ്ഞിതാക്ക വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞങ്ങൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പരിപാടിയൊക്കെ കണ്ടാലോ. ഞാൻ വോയിസ് ഇടുന്നില്ല കേട്ടോ. നമുക്ക് നേരെ പരിപാടിയിലേക്ക് പോവാം.